എല്ലാവർക്കും നമസ്കാരം. മൈ സ്റ്റാറ്റിലേക്ക് സ്വാഗതം. ആയില്യം നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ഒക്ടോബർ 2024 എങ്ങനെയാണ് നമുക്ക് നോക്കാം. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുള്ളവരാണെങ്കിൽ അതിന്റെ ഡീറ്റെയിൽസ് ആ ഡിസ്ക്രിപ്ഷനിലുണ്ട്, നോക്കാവുന്നതാണ്. നമുക്ക് റീഡിംഗ്സിലേക്ക് കടക്കാം. ആയില്യം നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ഒക്ടോബർ 2024 എങ്ങനെയാണ് നോക്കാം. Four of Swords, Two of Pentacles, King of Swords, Sun energy, King of Pentacles, Star energy. വളരെ നല്ലൊരു പോസിറ്റീവ് സിറ്റുവേഷൻ ആണ്. അതായത് ഈ ഒരു മാസം എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ സങ്കടങ്ങളൊക്കെ ഒഴുക്കി കളഞ്ഞൊരു സന്തോഷത്തിലേക്ക് കടക്കുന്ന ഒരു സാഹചര്യം എന്ന് വേണമെങ്കിൽ പറയാം. കാരണം നിങ്ങളുടെ ഈ ഒരു മാസത്തിന്റെ തുടക്ക സമയത്തൊക്കെ കുറച്ച് സംഘർഷങ്ങളുണ്ടെങ്കിൽ അതിന് പതിയെ വളരെ സന്തോഷകരമായിട്ടുള്ള സാഹചര്യത്തിലേക്ക് ഒരു മാറ്റമാണ്. അപ്പോൾ ഫോർ ഓഫ് സോർഡ്സ് എനർജിയാണ് സൂചിപ്പിക്കുന്നത്. നിങ്ങളുടെ ലൈഫിൽ വീണ്ടും നിങ്ങളുടെ ജീവിതം നിങ്ങൾ തിരിച്ചു പിടിക്കുന്നു എന്ന് തന്നെ പറയാം. കാരണം പലരെയും സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ ഒത്തിരി പ്രാരബ്ധങ്ങളും സംഘർഷങ്ങളും ഒക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ്. നിങ്ങൾ ജോലി ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങളുടെ ജോലിയിൽ നിങ്ങൾ തൃപ്തരല്ല, അപ്പോൾ മറ്റൊരു ജോലിയിലേക്ക് നിങ്ങൾ മുന്നോട്ടേക്ക് പോകുന്നുണ്ടാവും. അപ്പോൾ ലൈഫിൽ എവിടെ എൻ്റെ മുന്നോട്ടേക്ക് എങ്ങനെ എന്നുള്ള രീതിയിൽ ജീവിതം എങ്ങനെ മുന്നോട്ടേക്ക് കൊണ്ടുപോകണം എന്നുള്ളൊരു കാര്യത്തിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതം എവിടെ എങ്ങനെ മുന്നോട്ടേക്ക് കൊണ്ടുപോകണം എന്നുള്ളതിനെ കുറിച്ചുള്ള വ്യക്തമായിട്ടുള്ള ഒരു ധാരണ നിങ്ങൾക്ക് ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ കാര്യം ഇപ്പോൾ നിങ്ങൾ ജോലി ചെയ്യുന്നു, ആ ജോലിയിൽ തൃപ്തരല്ല, അപ്പോൾ കുറച്ച് നാളായിട്ട് അതിൽ തൃപ്തി ഇല്ല എങ്കിലും നിങ്ങൾ അതിൽ തന്നെ തുടരുന്നു. കാരണം ഈ ഒരു ജോലി നഷ്ടപ്പെട്ടാൽ മുന്നോട്ടേക്ക് എങ്ങനെ ജീവിതം മുന്നോട്ടേക്ക് കൊണ്ടുപോകും എന്നുള്ളൊരു കാര്യത്തിൽ. ഇനി അതല്ല എങ്കിൽ നിങ്ങൾ ജീവിതത്തിൽ വേറെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ട്, പക്ഷെ അതിൽ നിന്ന് പുറത്ത് കടക്കാം. നിങ്ങൾ അതിനൊരു എന്തോ ഒന്ന് നിങ്ങളെ വിലക്കുന്നു, നിങ്ങൾക്ക് ഭയമാണ്. അപ്പോൾ ആ ഒരു ഭയത്തെ അതിജീവിച്ചുകൊണ്ട് നിങ്ങൾ ജീവിതത്തിൽ മുന്നോട്ടേക്ക് പോകുന്ന ഒരു സാഹചര്യമാണ്. ഇപ്പോൾ ഗുരുവായൂരപ്പനെ മനസ്സിൽ ആരാധിക്കുക, ഗുരുവായൂർ ക്ഷേത്രം സന്ദർശിക്കുക. അതുപോലെ ദേവിയാണ് ആരാധിക്കേണ്ടത്, ഭദ്രകാളി ദേവിയെ ആരാധിക്കുക. ദുഃഖങ്ങളൊക്കെ ജീവിതത്തിലുള്ള നെഗറ്റിവിറ്റീസ് ഒക്കെ മാറി മുന്നോട്ടേക്ക് പോകാൻ. അതേപോലെ തന്നെ നാഗക്ഷേത്രങ്ങളിൽ സന്ദർശനം നടത്തുക. പിന്നെ കുടുംബപരമായിട്ടൊക്കെ കുടുംബത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, കുടുംബക്ഷേത്രങ്ങളൊക്കെ ഉള്ളവരാണെങ്കിൽ പരദേവത അതുപോലുള്ള കാര്യങ്ങൾ, ക്രിസ്ത്യൻസ് ആയിട്ടുള്ളവരാണെങ്കിൽ നിങ്ങളുടെ ഇടവക പള്ളി, നിങ്ങൾ ജനിച്ചു വളർന്ന ഗ്രാമദേവത എന്നൊക്കെ നമ്മൾ പറയാം. അതിപ്പോൾ ഏത് മതത്തിലും ജാതിയിലും പെട്ടതാണെങ്കിലും നിങ്ങൾ ജനിച്ചു വളർന്ന അവിടുത്തെ പള്ളികളോ അല്ലെങ്കിൽ അമ്പലങ്ങളോ നിങ്ങൾ സ്ഥിരം ആ ഒരു ഇത് പോയിരുന്ന, അതാണ് നിങ്ങളുടെ ആ ഒരു ഗ്രാമദേവത എന്നൊക്കെ പറയുന്നത്. അവിടെ ഒന്ന് പോയിട്ട് പ്രാർത്ഥിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ പ്രാർത്ഥിക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ വഴി എന്തെങ്കിലും അവിടേക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും നേർച്ചയോ കാര്യങ്ങളോ ചെയ്യാം. കാരണം ഇവിടെ സൂചിപ്പിക്കുന്നത് നിങ്ങളുടെ ജന്മം കൊണ്ട്, നിങ്ങൾ ജന്മം എടുത്ത സ്ഥലം, നിങ്ങളുടെ ബാല്യം, ആ ഒരു ഇടത്തുള്ള ഏതെങ്കിലും ക്ഷേത്രങ്ങളോ പള്ളികളിലോ ഒക്കെ പോകുന്നതും, പോകാൻ പറ്റുന്നില്ല എങ്കിൽ കുടുംബത്തിൽ ആരുടെ അടുത്തെങ്കിലും പറഞ്ഞ് എന്തെങ്കിലും വഴിപാടുകൾ നടത്താം. അതേപോലെ ടു ഓഫ് പെന്റക്കിൾസ് എനർജി, ഈ ഒരു സമയം എന്ന് പറയുന്നത് നിങ്ങൾ ചില ആളുകളെ സംബന്ധിച്ച് പറയാൻ, നിങ്ങളൊരു വിദ്യാഭ്യാസപരമായിട്ട് നിങ്ങൾക്ക് ഒത്തിരി മുന്നോട്ടേക്ക് പോകണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ പല കാരണങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് ജീവിതം മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ പറ്റിയില്ല. അതായത് ജീവിതം എന്ന് പറയുമ്പോൾ നിങ്ങളുടെ വിദ്യാഭ്യാസം, കാരണം അതാണ് നിങ്ങൾക്ക് എല്ലാമായിരുന്നത്, പക്ഷെ ചിലപ്പോൾ വിവാഹം കഴിച്ചു പോയിട്ടുണ്ടാവും, മറ്റെന്തെങ്കിലും കാരണങ്ങൾ പ്രാരബ്ധങ്ങളൊക്കെ ആയിരിക്കാം. ഇപ്പോൾ നിങ്ങൾക്കൊരു അവസരം കിട്ടാതെ, നിങ്ങൾ ഇനി ഏത് വയസ്സിലായാലും നിങ്ങളുടെ വിദ്യാഭ്യാസം തുടരാനുള്ള ഒരു അവസരം കിട്ടുകയാണ്. അപ്പോൾ നിങ്ങൾ അത് വീണ്ടും തുടരുന്നുണ്ട്. ജോലിയുള്ളവർ ജോലിയോടൊപ്പം നിന്നിട്ട് നൈറ്റ് ക്ലാസ്സോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിലും വിദ്യാഭ്യാസം മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്ന ഒരു സാഹചര്യമാണ് ഇതിവിടെ സൂചിപ്പിക്കുന്നത്. വളരെ വ്യക്തമായിട്ടുള്ള ഒരു കാഴ്ചപ്പാട് നിങ്ങൾക്ക് ജീവിതത്തെക്കുറിച്ച് ഉണ്ടാകുന്നുണ്ട്. ഒരു പോസിറ്റിവിറ്റിയാണ് ലൈഫിനെ കുറിച്ചിട്ട് കാണിക്കുന്നത്. അതേപോലെ കിങ് ഓഫ് സോർഡ്സ് എനർജിയാണ്. അപ്പോൾ ഇവിടെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെയധികം പാഷനേറ്റ് ആണ് നിങ്ങൾ. അതായത് ജീവിതത്തിൽ നേടാൻ ആഗ്രഹിച്ച കാര്യങ്ങൾ നിങ്ങൾക്കിപ്പോൾ നേടാൻ പറ്റുന്നു എന്നുള്ളത്. അപ്പോൾ ഇതുവരെ നമ്മൾ ജീവിതത്തിൽ ആഗ്രഹിച്ച കാര്യങ്ങൾ ഇനി ഒരിക്കലും നേടാൻ പറ്റില്ല എന്നൊക്കെ ഉള്ളൊരു ചിന്തയായിരുന്നെങ്കിൽ ഇപ്പോൾ നിങ്ങൾ ജീവിതത്തിൽ എന്താണോ ആഗ്രഹിച്ചത് അത് നിങ്ങൾക്ക് നേടാനുള്ള ഒരു സാഹചര്യം ഒത്തു വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒത്തിരി ആത്മവിശ്വാസവും ഒക്കെ ഒരു ജീവിതത്തെക്കുറിച്ചിട്ടുള്ള ഒരു കാഴ്ചപ്പാടിൽ തന്നെ മാറ്റം വന്നിരിക്കുകയാണ്.
റിസ്ക് എടുക്കാനൊന്നും നിങ്ങൾക്ക് ഇപ്പോൾ ഭയമില്ല. മാത്രമല്ല ഈ ഒരു സമയം എന്ന് പറയുന്നത് റിസ്ക് എടുക്കാൻ പറ്റുന്ന ഒരു സമയം കൂടിയിട്ടാണ്. അപ്പോൾ അതേപോലെ തന്നെ നിങ്ങൾ വളരെയധികം ഓണസ്റ്റ് ആണ്. നിങ്ങളെ കുറിച്ചിട്ട് തന്നെ ഒരു വ്യക്തമായിട്ടുള്ളൊരു ധാരണ നിങ്ങൾക്കുണ്ട്. അതേപോലെ തന്നെ സ്വയം ഒരു വിശ്വാസമുണ്ട്. എന്നെ കൊണ്ട് കഴിയില്ല എന്ന് ചിന്തിച്ചെടുത്ത് നിന്ന് എനിക്കിതാവും, എന്നെ കൊണ്ട് പറ്റും എന്നുള്ളൊരു ചിന്തയിലേക്ക് നിങ്ങൾ എത്താണ് ചെയ്യുന്നത്. കഴിഞ്ഞുപോയ കാലത്തിലുണ്ടായിട്ടുള്ള നഷ്ടങ്ങളോ അല്ലെങ്കിൽ പാസ്റ്റ് ഫെയിലിയേഴ്സില്ല, ജീവിതത്തിലുണ്ടായിട്ടുള്ള തോൽവികളൊക്കെ നിങ്ങളെ തകർക്കാൻ വേണ്ടിയിട്ടുള്ളതല്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുന്നു. മാത്രമല്ല ഒരു മുന്നോട്ടേക്ക് ഒരു ചുവട് വയ്ക്കുമ്പോൾ നിങ്ങൾക്ക് ചുറ്റുമുള്ള പല ആളുകളും ഒരു പക്ഷെ നിങ്ങളുടെ പഴയ തോൽവികൾ നിങ്ങളെ ഓർമ്മപ്പെടുത്തി നിങ്ങളെ തളർത്താൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അത് പൊതുവേ അത് ഫലപ്രദമാവാറാണ് പതിവ്, അല്ലെങ്കിൽ അത് ഫലം കാണാറാണ് പതിവ്. പക്ഷെ ഇത്തവണ നിങ്ങൾ സ്വയം വിശ്വസിക്കുകയാണ്. നിങ്ങളുടെ ചിന്താഗതി വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ധൈര്യമായിട്ട് പല കാര്യങ്ങളും മുന്നോട്ടേക്ക് പോകുന്നുണ്ട്. പിന്നെ ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത, നിങ്ങളെ പുറകോട്ടേക്ക് വലിക്കുന്ന അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ച് നെഗറ്റീവായിട്ട് ചിന്തിക്കുന്ന, നിങ്ങളോട് അസൂയുള്ള ചില ആളുകളെ മാനിപ്പുലേറ്റ് ചെയ്ത് അവരെ കൊണ്ട് തന്നെ അവർ ചെയ്ത കാര്യങ്ങൾ പറയിപ്പിക്കാനായിട്ട് പറ്റുന്ന ഒരു സിറ്റുവേഷനും, നിങ്ങൾ ഓവറായിട്ട് കൺട്രോൾ ചെയ്യുന്ന ചില ആൾക്കാരുണ്ട്. ഇതുവരെ നിങ്ങളത് സമ്മതിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇനി അങ്ങോട്ടേക്ക് അതൊന്നും സമ്മതിച്ചു കൊടുക്കാതെ നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയിൽ വിശ്വസിച്ചിട്ട് മുന്നോട്ടേക്ക് പോകുന്നു എന്നുള്ളതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അതേപോലെ രാഷ്ട്രീയം മേഖല അല്ലെങ്കിൽ വലിയ നല്ല പൊസിഷനിലൊക്കെ നിൽക്കുന്നവർ ഇനിയും ഉയരത്തിലേക്ക് പോകാൻ കഴിവുള്ളവർക്ക് അതിനുള്ള അവസരം വരികയാണ്. പ്രത്യേകിച്ച് രാഷ്ട്രീയത്തിലുള്ള ഒരാളാണെങ്കിൽ പാർട്ടിയിൽ ഉന്നത സ്ഥാനത്തേക്ക് എത്താൻ പറ്റുന്ന ഒരു സാഹചര്യവും സൂചിപ്പിക്കുന്നുണ്ട്. പിന്നെ സൺ എനർജിയാണ്. അപ്പൊ ഇവിടെ മറ്റൊരു കാര്യം കൂടി പറയാനുള്ളത്, പൊളിറ്റിക്സ് കാണിക്കുന്നു, അതേപോലെ ഒരു വിദേശ രാജ്യവും. ഇപ്പൊ നിങ്ങളൊരു വിദേശ രാജ്യത്ത് നിൽക്കുന്ന ഒരു വ്യക്തിയാണ്, രാജ്യത്തെ പൗരത്വം നേടിയിട്ടുള്ള വ്യക്തിയാണ്, അവിടുത്തെ സിറ്റിസൺഷിപ്പ് ഒക്കെ എടുക്കാൻ ശ്രമിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അവിടുത്തെ പൗരനാണെങ്കിൽ നിങ്ങൾ അവിടുത്തെ ജനിച്ചു വളർന്ന ഒരു വ്യക്തിയാണ് എങ്കിൽ ഒക്കെ നിങ്ങൾക്കൊരു രാഷ്ട്രീയപരമായിട്ടുള്ള കാര്യത്തിൽ താല്പര്യമുണ്ട്. അവിടുത്തെ എന്തെങ്കിലും രാഷ്ട്രീയവുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ളതിൽ എലക്ഷൻ പോലുള്ള കാര്യങ്ങളിലൊക്കെ നിൽക്കുന്നുണ്ട് എങ്കിൽ വിജയ സാധ്യതയാണ് സൂചിപ്പിക്കുന്നത്. ആളുകൾ നിങ്ങളെ വളരെയധികം വാം വെൽക്കം ചെയ്യുന്നത്, നിങ്ങളെ വളരെ ഇഷ്ടപ്പെടുന്നു, അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ഒരു സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയിട്ട് തിരഞ്ഞെടുപ്പിൽ നിൽക്കുന്നുണ്ട് എങ്കിൽ നിങ്ങൾക്ക് വിജയ സാധ്യതകൾ ഒത്തിരി കാണുന്നുണ്ട് എന്നുള്ളതാണ്. ഒരു വിദേശ രാജ്യത്ത് പോയി അവിടുത്തെ അവരുടെ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് രാഷ്ട്രീയമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടൊക്കെ ഉയർന്ന പൊസിഷനിലേക്ക് എത്താനുള്ള ഒരു അവസരം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു മാസത്തിൽ സൂചിപ്പിക്കുന്നുണ്ട്. അതേപോലെ തന്നെ കിങ് ഓഫ് പെന്റക്കിൾസ് എനർജിയാണ്. അപ്പോൾ ജോലി സംബന്ധമായിട്ട് പറയുകയാണെങ്കിൽ ജോലിയോ ബിസിനസ്സോ ആവട്ടെ, നിങ്ങൾ ഏത് ഒരു ലെവലിലാണോ സാമ്പത്തികമായിട്ട് വീണ്ടും ഉയർച്ചയിലേക്കും ജോലി സംബന്ധമായിട്ടൊരു പ്രൊമോഷനോ പ്രൊമോഷനോട് കൂടിയിട്ടുള്ള ട്രാൻസ്ഫറും മറ്റു കാര്യങ്ങളൊക്കെ നിങ്ങളെ തേടി എത്തുന്നതായിട്ടുള്ള ഒരു സൂചന ഇവിടെ തരുന്നുണ്ട്. അതേപോലെ തന്നെ ബിസിനസ് സാധ്യത കൂടുതലുണ്ട്. ചില ആളുകൾക്ക് നിങ്ങളിപ്പോൾ പല 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 ജോലികൾ ശ്രമിച്ചിട്ടുണ്ടാകും, പക്ഷെ എല്ലാ ജോലിയിലും നിങ്ങൾക്ക് ശമ്പളമൊക്കെ കൂടുതൽ കിട്ടുന്നുണ്ടാവും. എന്തുകൊണ്ട് പക്ഷെ നിങ്ങൾക്ക് മാനസികമായിട്ടൊരു തൃപ്തി ലഭിക്കുന്നുണ്ടാവില്ല ഈ ഒരു ജോലി ചെയ്യുമ്പോൾ. അപ്പോൾ മനസ്സിന് തൃപ്തി വേണമെങ്കിൽ നിങ്ങളുടെ ഉള്ളിലൊരു ഓൺട്രപ്രനോറിയൽ എനർജി ഉണ്ട്, നിങ്ങളൊരു ബിസിനസ് മൈൻഡാണ് നിങ്ങളുടെ. അപ്പോൾ ഒരു സ്ത്രീയായാലും പുരുഷനായാലും ചിലപ്പോൾ നിങ്ങൾ പക്ഷേ ഒരു വീട്ടമ്മയായിരിക്കാം, ഒരിക്കൽ പോലും ജോലി ചെയ്തിട്ടുണ്ടാവില്ല ജീവിതത്തിൽ. അങ്ങനെയുള്ള നിങ്ങൾ സ്വന്തമായിട്ട് ചെറുതായിട്ട് എന്തെങ്കിലുമൊക്കെ തുടങ്ങി പതുക്കെ പതുക്കെ ഇത് വലിയൊരു ബിസിനസ് മേഖലയായിട്ട് മാറ്റാനും നിങ്ങൾക്ക് കഴിയും. അതായത് നിങ്ങൾക്ക് ബിസിനസ് ചെയ്ത് ശീലം ഉണ്ടായിരിക്കണം എന്നില്ല, നിങ്ങൾക്ക് ബിസിനസ് പാരമ്പര്യം ഉണ്ടായിരിക്കണം എന്നില്ല. പക്ഷെ നിങ്ങളുടെ ഉള്ളിലൊരു ബിസിനസ്സുകാരനോ ബിസിനസ്സുകാരിയോ ഒളിഞ്ഞു കിടപ്പുണ്ട്, അത് നിങ്ങൾ മനസ്സിലാക്കുക. സ്റ്റാർ എനർജിയാണ്. ദൈവാനുഗ്രഹം വേണ്ടോളം ഉള്ള സമയമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പോൾ നിങ്ങൾ ബിസിനസ് സംബന്ധമായി, അതിനർത്ഥം നിങ്ങൾ ഉടനെ ലക്ഷങ്ങൾ ലോൺ എടുത്ത് ബിസിനസ് തുടങ്ങുക എന്നുള്ളതല്ല. ഇപ്പോൾ പറയില്ലേ ചില ആളുകൾ എന്തെങ്കിലും പിക്കിൾ അച്ചാർ ബിസിനസ് തുടങ്ങായിരിക്കും. ആദ്യം ചെറിയ രീതിയിൽ കുറച്ച് പേർക്ക് കൊടുക്കുക, തൊട്ടടുത്തുള്ള വീടുകളിൽ, പിന്നെ ചെറിയ ചെറിയ കടകളിൽ, അങ്ങനെ പിന്നെ പിന്നെ വളർന്ന് വലുതായി ആളുകൾ ഇങ്ങോട്ടേക്ക് വന്ന് സ്റ്റോക്ക് എടുത്ത് കൊണ്ടുപോകുന്ന ആ ഒരു ലെവലിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ വലിയ രീതിയിലുള്ള മുതൽ മുടക്ക് പെട്ടെന്ന് കയ്യിൽ ആവശ്യം ഉണ്ടാവില്ല. അപ്പൊ അതുപോലുള്ള രീതിയിൽ എന്തെങ്കിലുമൊക്കെ തുടങ്ങി മുന്നോട്ടേക്ക് ഇപ്പോൾ ദൈവാനുഗ്രഹം ഉള്ളതുകൊണ്ട് തന്നെ
അതിനർത്ഥം എല്ലാവരും അച്ചാറിന്റെ ബിസിനസ് തുടങ്ങണമെന്നല്ല. നിങ്ങളുടെ കഴിവ് എന്തിലാണോ അതിൽ മുന്നോട്ടേക്ക് പോവുക എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ താഴെ ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുകയെങ്കിൽ മാത്രമേ മുന്നോട്ടേക്കുള്ള വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഈ വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം.